നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപും റിമിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഭൂമി ഇടപാടുകളും ഉണ്ടായിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് അന്വേഷണ സംഘം ഗായികയെ ചോദ്യം ചെയ്തത്. റിമി വിദേശത്തേക്ക് പോകരുത് എന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചതായിട്ടാണ് സൂചന. എന്നാൽ ഈ ചോദ്യം ചെയ്യലിന്റെ വിശദീകരണവുമായി റിമി തന്നെ നേരിട്ടെത്തി. 2010-ലും 2017-ലും താരങ്ങൾ US-ൽ നടത്തിയ പരിപാടിയിൽ താനും പങ്കെടുത്തിരുന്നു. അതേക്കുറിച്ചും ഷോയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചത്. തനിക്ക് ദിലീപുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പുകളോ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ഇടപാടുകളോ ഇല്ല എന്നും റിമി പറഞ്ഞു. സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെങ്കിൽ ആദായ നികുതി വകുപ്പ് അത് കണ്ടെത്തിയേനെ. 2 കൊല്ലം മുമ്പ് ഇൻകം ടാക്സ് വകുപ്പ് റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് കുറച്ച് നികുതി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ തന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വരികയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യൽ വാർത്ത പുറത്തു വന്ന ഉടനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജു പൗലോസിനെ വിളിച്ചിരുന്നു. റിമിക്ക് കേസുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ ആരാഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് വിദേശയാത്ര ചെയ്യുന്നതിനോ മറ്റോ യാതൊരു തടസ്സവുമില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ടെന്നും റിമി വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട വിവരം TV ചാനലുകളിൽ നിന്നാണ് അറിയുന്നത്. അറിഞ്ഞ ഉടനെ കാവ്യ മാധവനെ ഫോൺ ചെയ്തിരുന്നു. ഇരയായ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു. താനും ആ പെൺകുട്ടിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അത്തരം വാർത്തകൾ തെറ്റാണ്. എന്നാൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിലെ മുഖ്യപ്രതി സുനിൽകുമാറിനെ അറിയില്ലെന്ന് നടി കാവ്യ മാധവന്റെ മൊഴി വസ്തുതാപരമല്ലെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കേസിലെ പ്രതിയായ നടൻ ദിലീപിന്റെ ഭാര്യയായ കാവ്യയെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച കാവ്യയെയും അമ്മ ശ്യാമളയെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കില്ലെന്ന് മൊഴികൾ ഇരുവരും ആവർത്തിച്ചു. എന്നാൽ ദിലീപും കാവ്യയും ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ കൊല്ലം തേവലക്കരയിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് സുനിൽ വന്നതിന്റെയും സുനിൽ ഓടിച്ചിരുന്ന വാഹനത്തിൽ കാവ്യ സഞ്ചരിച്ചതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. കേസന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ സുനിലിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ദിലീപ് നൽകിയതിന് സമാനമായിട്ടുള്ള മറുപടികളാണ് ഇപ്പോൾ കാവ്യയും ശ്യാമളയും നൽകുന്നത്. സംഭവത്തിനു ശേഷം ഉപദ്രവിക്കപ്പെട്ട നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാക്കനാട്ടെ കാവ്യയുടെ ലക്ഷ്യയിൽ എത്തിച്ചതായിട്ടാണ് സുനിൽ മൊഴി നൽകിയത്.